ശ്രുതിസാന്ദ്രമായ ഗാനങ്ങൾ കോർത്തിണക്കിയ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഇനി നമുക്ക് ഹൃദയപൂർവ്വം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ബിജി ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. സോ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുന്നത് ഇളയരാജാസ് ക്ലാസിക്സ് റൗണ്ടിലാണ്. ഇളയരാജ ക്ലാസിക്സ് റൗണ്ടിൽ ആദ്യമായി പെർഫോം ചെയ്യാൻ എത്തുന്നു അജൽ. Put your hands together for അജൽ. ഹായ് അജൽ. നമ്മുടെ ജൂനിയർ ഐഡലിന്റെ മുത്താണ്. വളരെ ടാലന്റഡ് ആയ ഒരു സിംഗറാണ് അജൽ, അല്ലേ? ആണോ? ആണ്. അജൽ ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ദളപതി എന്ന ഫിലിമിലെ പുത്തൻ പുതുപ്പൂപ്പത്തത് ദാസാറും ജാനകിയമ്മ വെച്ച്. ഓക്കെ അജൽ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തല്ലോ. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടാൻ പറ്റും. ഗുഡ് ലക്ക്. ലെറ്റ്സ് വാച്ച് ഇറ്റ്.
செல்லக்கிளியே புத்தம்புது பூ பூத்ததோ எண்ணங்களை தேன் வார்த்ததோ முட்டுவிட நாளானதோ சொல்லடியின் செல்லக்கிளியே வாய் பேசும் வார்த்தை எல்லாம் கண் பேசும் அல்லவோ கண் பேசும் வார்த்தையை தான் கண்ணீரும் சொன்னதோ புத்தம்புது பூ பூத்ததோ எண்ணங்களை தேன் வார்த்ததோ முட்டுவிட நாளானதோ சொல்லடியின் செல்லக்கிளியே புத்தம்புது பூ பூத்ததோ எண்ணங்களை தேன் வார்த்ததோ முட்டுவிட நாளானதோ சொல்லடியின் செல்லக்கிளியே. അജൽ, യു വെർ ഫിനോമിനൽ. അജൽ, വാക്കുകളില്ല മോനെ. ഞങ്ങളൊക്കെ വേറൊരു ലോകത്തായിരുന്നു ശരിക്കും. പാട്ട് കഴിഞ്ഞു പോയാൽ ഭയങ്കര സങ്കടമുണ്ട്. ഐ മസ്റ്റ് സേ സൂപ്പർ. വേറെ ഒന്നും പറയാനില്ല, നമുക്ക് കമന്റ്സ് അറിയാം. അജൽ, സർ, ഫസ്റ്റ് ഓഫ് ഓൾ 1000 നന്ദി ഈ പാട്ട് ഇവിടെ പാടിയതിന്. ബിക്കോസ് പാട്ടിന്റെ ലിസ്റ്റ് ഇങ്ങനെ കുട്ടികൾക്കുള്ള പാട്ടിന്റെ ലിസ്റ്റ് എടുത്ത് കൊടുക്കുമ്പോൾ അജലിന് ഞാൻ വേറൊരു പാട്ടാണ് കൊടുത്തത്. ആക്ച്വലി വെള്ളി നിലവേ എന്ന് പറഞ്ഞ് ഒരു റെയർ സോങ് ആണ് ഇളയരാജ സാറിന്റെ. അപ്പൊ അജലാണ് ഇങ്ങോട്ട് ചോദിച്ചത്, ചേട്ടാ ഇങ്ങനൊരു ഈ ഒരു പാട്ടുണ്ട്, ഞാൻ പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. സോ സത്യം പറഞ്ഞത് വലിയ ഷോക്കായിരുന്നു അത് കേട്ടപ്പോൾ. എന്താ വെച്ചാൽ ഇറ്റ്സ് എ വെരി റെയർ സോങ്. ഈ പാട്ടിന്റെ ഒരുപാട് പേര് ഈ പാട്ട് കേട്ട് കാണാൻ സാധ്യതയില്ല. ബിക്കോസ് ഇത് ഇളയരാജ സാറിന്റെ ഏറ്റവും പോപ്പുലറായ ദളപതി എന്ന സിനിമയിലെ പാട്ടാണ്. അത് മമ്മൂട്ടി ഗീത അവരുടെ കോമ്പിനേഷന് വേണ്ടി കമ്പോസ് ചെയ്യുകയും പിന്നീട് സിനിമയിൽ ഉപയോഗിക്കാതെ പോയ ഒരു പാട്ടാണ്. അപ്പൊ അജലാണ് ഇങ്ങോട്ട് ഈ പാട്ട് പാടിക്കോട്ടേന്ന് ചോദിച്ചത്. ഇത് സജസ്റ്റ് ചെയ്ത മോന്റെ എന്റെ സാറും എന്റെ വല്യപ്പനും കൂടെ. സാറും എന്റെ വല്യപ്പനും കൂടെ. അപ്പൊ അവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇത്രയും നല്ല ഒരു ശ്രോതാക്കളായിരിക്കുന്നതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു താങ്ക്സ്. ഇത് ഈ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു റിയാലിറ്റി ഷോയിൽ ഒരു കുട്ടി ഈ പാട്ട് പാടുന്നത്. നമ്മുടെ പ്രോഗ്രാമിലൂടെ ആവുമ്പോൾ നമുക്ക് അത് ഇരട്ടി സന്തോഷമാണ്. അപ്പൊ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. ഓഡിയൻസും ഇത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് കാണുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ബിക്കോസ് മോഹൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ട് ഇവിടെ പാടി. രാജസാറിന്റെ കമ്പോസിഷൻ നമുക്കറിയാം. ദാസേട്ടനും ജാനകിയമ്മയാണ് പാടിയിരിക്കുന്നത്. വാലി എന്ന കവിയുടെ രചന. മോനെ, വെരി ഓണസ്റ്റ്ലി എനിക്കിതിൽ പോസിറ്റീവ്സ് അല്ലാതെ ഒന്നും തന്നെ പറയാനില്ല. എവറി പോർഷൻ വാസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് യു ഡിഡ് കംപ്ലീറ്റ് ജസ്റ്റിസ് ടു ദ സോങ്. എല്ലാ പാട്ടുകളും ഇതുപോലെ തന്നെ പാടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആൻഡ് യു ആർ കീപ്പിംഗ് ഓൺ പ്രൂവിങ് ദാറ്റ് എക്സ്പ്രഷനിൽ മോനെ കോമ്പീറ്റ് ചെയ്യാൻ ആരുമില്ല എന്ന് തെളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് മോനെ. ഗോഡ് ബ്ലെസ് യു. അജൽ, കൂടുതൽ എന്ത് പറയാൻ? നല്ല നല്ല വാക്കുകൾ കേട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന പയ്യന്റെ അടുത്ത് വീണ്ടും അതിനേക്കാളേറെ നല്ല നല്ല വാക്കുകളായിട്ട് ഞാനും വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും ഈ പാട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ എന്താ പറയുക, അത്രയ്ക്കും എൻ്റെ ഫേവറേറ്റ് പാട്ടായി പോയി ഈ പാട്ട്. ഞാൻ ചോദിക്കുമായിരുന്നു ഇത് ഏത് സിനിമയിലെയാണ്, യൂട്യൂബിൽ നിന്ന് അങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷേ ഇല്ല, സിനിമയിൽ ഇല്ല എന്ന് പറഞ്ഞു. മോൻ്റെ വല്യച്ഛനും സാറും ഇവിടെ വന്നിട്ടുണ്ടോ? അനിയനെ ഞാൻ കണ്ടു, ഇതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു അനിയൻ, രണ്ടുപേരും ഒരേപോലെ. പക്ഷെ അനിയനാന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഉണ്ടോ അവരെങ്ങാനും ഇവിടെ? വല്യച്ഛനും സാറും ഒന്ന് കൈപൊക്കിക്കേ. അവര് വന്നിട്ടില്ല. അനിയനും അമ്മയാണ് വന്നേക്കുന്നത് അല്ലേ? എന്തായാലും അച്ഛൻ വന്നിട്ടുണ്ടല്ലേ? ശരി ശരി. എന്തായാലും ഓരോ പ്രാവശ്യം മോൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഇന്ന് ഏത് പാട്ടായിരിക്കും, ഇന്ന് ഏതാണ് തകർക്കാൻ പോകുന്നത്. അപ്പോൾ നീ വരുന്ന സ്റ്റേജുകളിലൊക്കെ തൊണ്ടയ്ക്കൊക്കെ ഒന്നും പറ്റാണ്ട് നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ശബ്ദം കളയാണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് പലപ്പോഴും കഴിഞ്ഞ സീസണിലൊക്കെ പല കുട്ടികളും വന്ന് പറയാറുണ്ട് ഒച്ചയടച്ചു പോയി. അങ്ങനെയൊന്നും വരുത്തരുത്. അപ്പോൾ ശബ്ദം നോക്കിക്കോണം. അതിനനുസരിച്ചിരിക്കും, നിങ്ങൾ പാടുന്നതനുസരിച്ചിരിക്കും, ഓരോ ദിവസത്തെ അനുസരിച്ചിരിക്കും മാർക്ക്. കാരണം അത്രയും നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പാടുകയല്ല നമ്മുടെ ഷോ ഈ ജൂനിയർ ഐഡൽ എല്ലാവരും കാണുകയും കറക്റ്റ് സമയത്ത് വന്ന് TV ഓൺ ചെയ്തിരിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പൊ എല്ലാവിധ ആശംസകളും കേട്ടോ. അജൽ, എനിക്കും കൂടുതലൊന്നും പറയാനില്ല. മോൻ ആദ്യം തന്നെ ഈ പാട്ട് സെലക്ട് ചെയ്തതിന് വളരെ നന്ദി. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേൾക്കാതെ പോകാൻ പാടില്ലല്ലോ. ലോകത്തുള്ള എല്ലാ പാട്ടും കേട്ടോളുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷെ വളരെ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാതെ പോവുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നഷ്ടബോധമായിരിക്കും.
കാരണം മലയാളത്തിൽ തന്നെ റിലീസ് ആവാത്ത ഒരുപാട് സിനിമകളിലെ പാട്ടുകൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, റിലീസ് പോലും ആവാത്ത സിനിമകളിലെ പാട്ടുകൾ. അതുപോലെ പുറത്ത് ആരും അറിയാത്ത ഇത്തരം പാട്ടുകൾ മോൻ കൊണ്ടുവന്നതിൽ വളരെ നന്ദി, വളരെ സന്തോഷം. പിന്നെ മോൻ്റെ ശ്രുതി പറ്റ് എന്ന് പറയും, ശ്രുതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന മോൻ്റെ ഒരു തന്ത്രം വളരെ ബ്രില്യൻ്റ് ആണ്, വളരെ ഇൻ്റലിജൻ്റ് ആണ്. മോന് ജന്മന കിട്ടിയ ഒരു സിദ്ധിയായിരിക്കാം. ആരെങ്കിലും വന്ന് ഇക്കിളിടേണ്ടി വരും മോനെ തെറ്റിക്കാൻ. അപ്പോൾ അത് ഒരു മാജിക്കാണ് കേട്ടോ. അതൊരു മോനത് കീപ്പപ്പ് ചെയ്യണം കേട്ടോ. കീപ്പപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഓൾറെഡി ഉള്ളതാണ്. അത് പോവാതെ നോക്കുക കേട്ടോ, നിധി പോലെ. താങ്ക് യു ജഡ്ജസ്. അപ്പം അജലിന്റെ ഉത്തരവാദിത്വം കൂടി വരികയാണ്. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് നല്ല നല്ല പെർഫോമൻസ് തരാം. ഈ റൗണ്ടിന്റെ മാർക്സ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അനൂപേട്ട ഓൺ 30. അജൽ 28.25 out of 30. താങ്ക് യു അനൂപേട്ട. റിമി ചേച്ചി 28.75. 28.75. വിചേട്ടാ 28.25. 28.25 in your overall performance on 10. Anuveta on മോനെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് വാസ് ഗുഡ് ബിക്കോസ് പാട്ടുകാരൻ്റെ സ്റ്റൈൽ ഏറ്റവും കൂടുതൽ അവൻ തെളിയിക്കേണ്ട അവൻ്റെ സിംഗിങ്ങിലാണ്. ഇഫ് ഇറ്റ് ബിക്കംസ് എക്സലൻറ്റ് ബാക്കിയൊന്നിലേക്കും ശ്രദ്ധ പോവില്ല. സോ ഒബിയസ്ലി യു ആർ എക്സലൻറ്റ്. 3.5 out of 4. 3.5 on 4. റിമി ചേച്ചി ഫീൽ ഇത് കൂടുതൽ ഇനിയിപ്പോ എന്ത് ഫീൽ കൊടുക്കാനാ അല്ലേ? 3 on 3. full scores. വിചേട്ടാ എക്സ്പ്രഷൻ 2.75 on 3. thank you വിചേട്ടാ. അജൽ 94.5 on 100. brilliant scores അജൽ. ഞാൻ പറഞ്ഞ പോലെ ഉത്തരവാദിത്വം കൂടി വരികയാണല്ലേ അജലേ? അപ്പം ഇതൊന്നും കേട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കുറയ്ക്കോ? ഇല്ല പ്രാക്ടീസ് ചെയ്യണം. അടുത്ത പെർഫോമൻസിന് കാണാം. ഗുഡ് ലക്ക്. താങ്ക് യു. താങ്ക് യു ചേച്ചി. तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना. ഒരു ആഘോഷമാക്കി മാറ്റി ശരിക്കും ഈ പാട്ട് കേട്ടോ. हम है तेरे आशिक, किस बात का शर्माना, किस बात का शर्माना. 100% ഒരു ഫുൾ ത്രസ്റ്റിലാണ് പാടിയത്. മോളുടെ പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം ഒരു ഫ്ലോലെസ് സിംഗിങ് ആണ്. വളരെ ഈസി ആയിട്ട് മോള് പാടിപ്പോവും. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി ഇഷൽ ദർബാർ റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു ശരത്. Put your hands together for ശരത്. ശരത്, ഞാനൊന്ന് ഞെട്ടി. ഏതാ ഒരു ഭീകരൻ കടന്നു വരുന്നത്? तू बड़ी माशाअल्लाह എന്ന പാട്ട് ഞാൻ ചോദിച്ചില്ലല്ലോ. എക്സൈറ്റ്മെന്റ് കൊണ്ട് പറഞ്ഞു പോയതാ അല്ലേ? അപ്പൊ റെഡിയാണ്. അപ്പൊ തകർത്തോളൂ. ഗുഡ് ലക്ക്. താങ്ക്സ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. खुदा से आंसू मेरी कभी ये रात न गुजरे, मोहब्बत का हर एक लम्हा है, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे.
तू बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना तू बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना हम है तेरे आशिक किस बात का शर्माना किस बात का शर्माना तू सीने से लगा ले ना चलेगा बहाना ना चलेगा बहाना हुस्न लाजवाब है हुस्न लाजवाब है खुली हुई किताब है खुली हुई किताब है पर्दा सरकाना हो जलवा दिखलाना हमने ही बेगाने माने या न माने हम तेरी दीवाने तू बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना जाम जवानी का तू होठों से पिला दे रंग भरी महफिल में तू गुल नया खिला दे ये अदा ये कमाल है ये हुल्बे मिसाल है जाम जवानी का तू होठों से पिला दे तू होठों से पिला दे रंग भरी महफिल में तू गुल नया खिला दे तू गुल नया खिला दे ये अदा ये कमाल है ये अदा ये कमाल है ये हुन बेमिसाल है ये हुन बेमिसाल है ये समा सुहाना हो अरमान मिटाना हमने ही अनजाने माने या न माने हम तेरी मस्ताने कबड्डी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना ശരത് Yes. മാഷാല്ലാ Thanks. കമാൽ പെർഫോമൻസ് Thanks. കലക്കി ശരത് എന്തൊരു സുഖം ഭയങ്കര സുഖം കംഫർട്ടബിൾ ആയിരുന്നു പാടാൻ ആയിരുന്നു. ആണോ ഞങ്ങളൊക്കെ വിചാരിച്ചു കഷ്ടപ്പെടും പക്ഷെ അമേസിംഗ് സിംഗിങ് മോനെ എല്ലാ പാട്ടും ഇങ്ങനെ ആക്കിയാലോ നമുക്ക് അതെ എന്നാ പിന്നെ ഇരുന്ന് എനിക്കിങ്ങനെ ശരത്തിന് മാത്രം നമുക്ക് ഇരുന്ന് കൊടുക്കാം അല്ലെ ഏറ്റിരിക്കുന്നേ വേണോ ശരത്തൊന്നും അല്ല ഇനി കമാലുദ്ദീൻ കമാലുദ്ദീൻ അല്ലെങ്കിൽ ജമാലുദ്ദീൻ അങ്ങനെ എന്തെങ്കിലും അപ്പൊ കമന്റ്സ് പറയാം റിമി ചേച്ചി മോനെ എന്ത് പറയാൻ കലക്കി താങ്ക് യു ചേച്ചി എനിക്ക് ഈ ഇശൽ ദർബാറിൽ ഇത്രയും എനിക്ക് ഒരുപക്ഷെ ഇത്രയും പഞ്ചുള്ള ഒരു പാട്ട് വേറെ വന്നില്ലാത്തത് കൊണ്ടാവാം മൊത്തത്തിൽ ഇവിടെ ഇരിക്കുന്നവരും ഒക്കെ ഒന്ന് മനസ്സറിഞ്ഞ് ഒന്ന് സന്തോഷിച്ച് ഇവിടെ എല്ലാവരും ഒന്ന് ഉഷാറായി ശരിക്കും ഇശൽ ദർബാറിൽ ശരിക്കും ഒരു ആഘോഷമാക്കി മാറ്റി ശരിക്കും ഈ പാട്ട് കേട്ടോ അത്ര ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു മാത്രമല്ല ദാസാർ പാടിയ പാട്ട് വളരെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട് തന്നെ അതിന്റെ പ്ലാൻസ് ഒക്കെ ആണെങ്കിലും ഓൾമോസ്റ്റ് എന്നല്ല നന്നായി തന്നെ പാടി നല്ല പഞ്ചില് പിന്നെ എന്താ പറയാ ചില ഹിന്ദി വാക്കുകളൊക്കെ മാത്രം ഗുസാര അങ്ങനെ എന്തോ പാടിയില്ലേ അങ്ങനെയൊക്കെ ചില ഗുസരെ എന്നൊക്കെ പാടിയില്ലേ അതൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് വളരെ രസമായിട്ട് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഓർക്കസ്ട്രേഷനെ പറ്റി പറയാനാണെങ്കിൽ കാലക്ക് ഇന്നെന്ത് ഭയങ്കര
ഇന്നല്ല കേട്ടാ, എന്നും നിങ്ങൾ അങ്ങനെയാണ്. ചില ദിവസമല്ല, ചില പാട്ടുകൾ ചിലർ കൂടുതൽ നന്നായി പാടുന്ന പോലെ ചില പാട്ടുകൾ നിങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ ഞാൻ അത് എടുത്ത് പറയുന്നു എന്ന് മാത്രം. അതുപോലെ നമ്മുടെ ഗ്രൂമർ കം ജഡ്ജ് അനൂപ് കോറസ് സഹായിച്ചു. അങ്ങനെ പലരും സഹായിക്കണമെന്നില്ല. ഞാൻ സഹായിക്കാൻ റെഡി ആയിരുന്നു, പക്ഷെ ആരും ചോദിച്ചില്ലാത്തോട് സഹായിച്ചില്ല എന്നുള്ളേ. ഹാർമോണിയം ആൻഡ് തബല അവരെന്തെങ്കിലും കലക്കിയില്ലേ? അല്ല, സത്യം ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല എന്നുള്ള വേറൊരു കാര്യം. കാരണം സുന്ദരനായ പാട്ടുകാരനെ ഇങ്ങനെ ആവോളം ആസ്വദിച്ച് പാട്ടും കേട്ട് ഇങ്ങനെ മതിമറന്നിരിക്കുമ്പോൾ പക്ഷെ അവരൊരു അഭംഗിയായി തോന്നിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ ശ്രദ്ധിച്ചാനേ. അങ്ങനെ അവര് ശരിക്കും ഒരു തബലിസ്റ്റായിട്ടും ഹാർമോണിസ്റ്റ് ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. പുറകെ നിൽക്കുന്ന 3 പേരാണെങ്കിൽ അവരും നന്നായി ചെയ്തു. അങ്ങനെ മൊത്തത്തില് ശരിക്കും ഒരു ഇതിനെന്താ പറയാ, ശരിക്കും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അതെ, എൻജോയ് ചെയ്തു കേട്ടോ ശരിക്കും. ചേച്ചി. ബീച്ചേട്ടാ. ശരത് അസലായിട്ടാ. അസലായിട്ട് പാടി. ആ സമയത്ത് ഞാൻ എന്നെ പോലെ എൻ്റെ ഒരു തലമുറ ആ സമയത്ത് പഠിക്കുന്ന സമയത്തൊക്കെ ഇത് കേട്ട് ആ ഇസാൻ എസ് അബ്ദുള്ളയിലെ പാട്ട് പടം ഇറങ്ങുന്നതിന് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ കാസറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഇത് കേട്ടപ്പോൾ അതിലെ എല്ലാ പാട്ടുകളും കേട്ടപ്പോൾ അത്രയ്ക്ക് വല്ലാത്ത ത്രിൽഡായിരുന്നു. അതിലൊരു പാട്ടാണിത്, എല്ലാ പാട്ടും. അപ്പോൾ ഒരു ഹിന്ദി പാട്ട് കുറേ നാളുകൾ കൂടി മലയാളത്തിൽ അത്ര ഹിറ്റായിട്ട് വരുമ്പോൾ ഉള്ള ഒരു സന്തോഷമൊക്കെ. അപ്പോൾ അതിൽ ചില വാക്കുകളൊക്കെ ഹോത്തോം എന്നാണ് പാടിയെന്ന് പറഞ്ഞു തന്നു അല്ലേ? ഹോത്തോം ഹോട്ടോംസേ ചുണ്ടുകൾ കൊണ്ട് അങ്ങനെ കുറെ എന്നാണ് പാടുന്നത്. ഏ കമാൽ ഹേ യഥാന്ന് പാടരുത് കേട്ടോ. അതൊക്കെ ചെറിയ ഇതുകള് നോക്കി തന്നെ ഇത് ചെയ്യണമെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നല്ല നല്ല എനർജി ഉണ്ടായിരുന്നു കേട്ടോ. 100% ഒരു ഫുൾ ത്രസ്റ്റിലാണ് പാടിയത്. എനർജി ഉണ്ടായിരുന്നു. കുറച്ച് പ്ലാൻസ് ഒക്കെ കുറച്ച് ഏറിപ്പോയി എന്നുള്ളൊരു ഇത് തോന്നി എനിക്ക്. ആ ഒരു സട്ടിലിറ്റി വിട്ടിട്ട് ആ രാഗത്തിൽ നിന്ന് പിന്നെ അവസാനത്തെ ആ സാധനമൊക്കെ കുറച്ചുകൂടി മേലെ കുറച്ചുകൂടി ഇതാക്കി പാടിയെന്നേ ഉള്ളൂ. എലാബറേറ്റ് ആയി പോയി എന്നേ ഉള്ളൂ. വേറെ പ്രശ്നം തോന്നിയില്ല കേട്ടോ. താങ്ക് യു സർ. ഗുഡ് ലക്ക്. ശരത്, വളരെ സന്തോഷമുള്ള കാര്യം, യു ഓൾവേസ് ഗീവ് കൺസിസ്റ്റന്റ് പെർഫോമൻസസ്. അതിൽ മറ്റൊരു നല്ല പെർഫോമൻസ്, വലിയ ഒരു കൺഗ്രാജുലേഷൻസ്, യു ഡിസർവ് ഫോർ ദാറ്റ്. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ വൺ ഓഫ് ഓൾ ടൈം ഗ്രേറ്റ് സോങ്സ് കമ്പോസ് ബൈ രവീന്ദ്രൻ മാസ്റ്റർ, സങ് ബൈ ദാസേട്ടൻ. മോനെ ഏറ്റവും നന്നായിട്ട് കമന്റ് ചെയ്യുന്ന ഒരു കാര്യം, മോൻ പല ഫിസിക്കൽ പോസ്റ്റേഴ്സിലുമാണ് ഈ പാട്ട് പാടിയത്. ഇരുന്ന് പാടി, പിന്നെ നീലിംഗ് ഡൗൺ, മുട്ടുകുത്തി നിന്ന് പാടി. അവിടുന്ന് എണീക്കാൻ ശ്രമിച്ചു, പക്ഷെ ഓർത്തോ അയ്യോ ഇരുന്നാണല്ലോ പാടുന്നേ. പക്ഷെ പറഞ്ഞു. അതെ, ആ പോസ്റ്ററിലൊന്നും പാടുക, അതായത് സീസൺഡ് ആയിട്ട് സ്ഥിരമായിട്ട് പാടാത്തവർക്ക് പെട്ടെന്ന് പാടാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ പൊതുവെ സ്റ്റേജ് ഷോസിലെല്ലാം തന്നെ നമ്മൾ നിന്നാണ് പാടുന്നത്. അപ്പൊ തന്നെ മുട്ടുകുത്തി നിന്ന് പാടാൻ അതിൻ്റെതായ വലിയൊരു സ്ട്രെയിൻ ഉണ്ട്. ബ്രത്തിന് ശീലമുണ്ട് പാടിയിട്ട്. ഖവാലി പാടിയുണ്ട് ഒരു സ്ഥലത്ത് മത്സരത്തിന്. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. അത് എന്തായാലും മോനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് ഐ വാസ് വണ്ടറിങ്, ലൈക്ക് ആ ഒരു ബോഡി ലാംഗ്വേജ് വളരെ ക്ലീൻ ആയിട്ട് വന്നിരുന്നു. ആൻഡ് ഇവരും കൊറിയോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷനും വളരെ നാച്ചുറൽ ആയിരുന്നു. അത് കാണാനും ഒരു ഭംഗിയുണ്ടായിരുന്നു, ഒരു ഇസ്തറ്റിക് ആയിരുന്നു കാണാനായിട്ട്. സിംഗിങ്ങും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആസ് സെഡ്, ദ മേജർ കറക്ഷൻ വാസ് റിഗാർഡിംഗ് ദ ഡിക്ഷൻസ്. ഈ ബലൂണിന്റെ ബായും ഭയത്തിന്റെ ബായും അതൊക്കെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഹിന്ദിയിൽ വരുമ്പോൾ. സോ അത് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്യുക. ബാക്കി മെനി പോർഷൻസ് വർ വെരി വെരി ഗുഡ്, ഔട്ട്സ്റ്റാൻഡിംഗ്. കീപ് അപ്പ് ദ ഗുഡ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു അനുവേട്ട. അപ്പം നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഐ എം സോ എക്സൈറ്റഡ്, എങ്ങനെ ഉണ്ടാവും നോക്കാം. ബിജേട്ടാ, ഓൺ 30 27.25. താങ്ക് യു സർ. താങ്ക് യു ബിജേട്ടാ. റിം ചേച്ചി 27.75. താങ്ക് യു റിം ചേച്ചി. 27.5 out of 30. Thank you Anubeta. Any overall performance on 10? Anubeta. Style, attitude and performance was definitely very good. 3.75 out of 4. Thank you. Phil 2.5 on 3. Thank you. Bicheta. Expression 2.5. Thank you Bicheta. 91.25 on 100. നല്ല പെർഫോമൻസ്, നല്ല മാർക്ക്. ഇനി ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. പ്രോമിസ്? ഇനി ഒരിക്കലും ഡൗൺ ആയി പോകരുത്. ഇതേപോലെ തന്നെ ഗോ ഹയർ. ഗുഡ് ലക്ക്. താങ്ക് യു. ഒരു കുഞ്ഞു പൂവിന്റെ
മോള് നല്ലൊരു സിംഗറാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ പാട്ടിലൂടെ. നീയും ഇതുപോലെ നന്നായിട്ട് വരുന്ന സ്റ്റേജസിലും പാടാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. Jai Hind TV, for the family, for the nation. കഴിഞ്ഞ 2 പെർഫോമൻസും കിടിലനായിരുന്നു. ഇനി അടുത്ത പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അലീനയാണ് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. കാവ്യ മുരളിക റൗണ്ടിൽ പെർഫോം ചെയ്യാനെത്തുന്നു നമ്മുടെ സ്വന്തം അലീനക്കുട്ടി. Put your hands together for Alina. ഹായ് അലീന. ഹായ്. 3rd സ്റ്റേജിലെ 2nd പെർഫോമൻസ് ആണിത് അല്ലേ? അപ്പം ഇന്ന് കാവ്യ മുരളിക റൗണ്ടിൽ ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഒരു കുഞ്ഞു പൂവിന്റെ ഇതളിൽ നിന്ന്, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ഫിലിമിൽ അല്ലേ? നല്ല സോങ് ആണ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട സോങ് ആണ്. അപ്പം നന്നായിട്ട് പാടാം. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ആ
സ്വർഗം വിടർന്നുവെങ്കിൽ. അലീന കുട്ടി, സൂപ്പർ മോളും, ടെറിഫിക് പെർഫോമൻസ്. നല്ല രസത്തില് പാടി. എങ്ങനെയുണ്ട് ഇപ്പം? കംഫർട്ടബിൾ അല്ലേ ഈ സ്റ്റേജിൽ പാടാൻ? പേടിയൊന്നുമില്ല അല്ലേ? ഫസ്റ്റ് സ്റ്റേജിന് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. സെക്കൻഡ് സ്റ്റേജിൽ അതിലേറെ. തേർഡ് സ്റ്റേജിൽ ഗംഭീരമായിട്ടുണ്ട്. നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ? ഓക്കെ. ജഡ്ജസ്? അലീന അസലായിട്ട് പാടി കേട്ടോ. നല്ല ഒരു സുഖമുള്ള റൊമാൻറ്റിക് കവിതയാണ് രമേശൻ നായർ സാറുടെ. അദ്ദേഹം പണ്ഡിതനായിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. തിരുക്കുറൽ എന്ന് പറയുന്ന തമിഴ് ഗ്രന്ഥം മലയാളത്തിൽ തർജ്ജിമ ചെയ്തിട്ടുള്ള ഒരാളാണ്. പണ്ഡിതനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ പല പാട്ടുകളിലും അദ്ദേഹത്തിന്റെ ഒരു കൃഷ്ണ സങ്കല്പങ്ങൾ ഒരു ഇമേജറി ആയിട്ട് അദ്ദേഹം കൊണ്ടുവരാറുണ്ട് പലത്. ഇതിലും ഒരു അമ്പാടി മേഘം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അത് ചെറിയൊരു രീതിയിലെങ്കിലും അദ്ദേഹം ആ ഒരു രീതിയിലൊരു ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഇമേജറിയാണ് അത് കൊണ്ടുവരാറുണ്ട് എപ്പോഴും. ഇതിലും അങ്ങനെ കൊണ്ടുവന്നുണ്ട്. വളരെ മികച്ചൊരു കവിതയാണ്. മോള് അസലായിട്ട് പാടി കേട്ടോ. അതിനകത്ത് ഒന്ന് രണ്ട് ചില പ്രശ്നങ്ങളും മോക്ക് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ലൈവായിട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന ചില മിസ്റ്റേക്സ് ആണ്. പ്രത്യേകിച്ച് 5/8 കവികളുടെ താളമാണ് ഈ ഖണ്ഡചാപ്പ് എന്ന് പറയുന്നത്. 5/8 അതിൽ ആണ് ഈ കവിതയും. അപ്പോൾ അതിൽ ഒരുപാട് ബ്രത്ത് എടുക്കാൻ സമയം വളരെ കുറവായിരിക്കും. ലെങ്തി ലൈൻസ് ആയിരിക്കും. ചടുലമായിട്ട് പാടേണ്ടി വരും. ഒരു താളവട്ടം മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ പാടേണ്ടി വരും എന്തായാലും ഈ താളത്തിൽ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അവസാനം ഒരു വാക്കൊന്ന് വിഴുങ്ങി പോയി. അത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അലീന കുട്ടി ഒരു ഉഗ്രം പാട്ടെടുത്തു കേട്ടോ. നന്നായിട്ട് പാടി. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെ എന്ന ചിത്രത്തിലെ ഒരുപക്ഷെ ബാക്കി പാട്ടുകളാണ് കൂടുതൽ എല്ലാവരും ഭയങ്കര ഹിറ്റായിട്ട്. അമ്പാടി പയ്യുകള്, മറ്റേ മഞ്ഞു പെയ്യണമൊക്കെ ആണെങ്കിലും ഇത് കേട്ടിട്ടുള്ളവർക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ് തീർച്ചയായിട്ടും. എൻ്റെയും ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണിത്. വിദ്യാജിയുടെ വളരെ മനോഹരമായ സംഗീതം ചെയ്തിരിക്കുന്നു. രമേശ് നായർ സാറിൻ്റെ വരികൾക്ക്. പ്രത്യേകിച്ച് ഓർക്കസ്ട്രയിലെ ഫ്ലൂട്ടിസ്റ്റ് രാജേഷിന് ഒരു സ്പെഷ്യൽ കൈയടി കൊടുക്കണം. രാജേഷിന്റെ പിന്നെ എല്ലാ പാട്ടിനും എങ്ങനെയാ പറയുക എന്നോർത്ത് മാത്രം പറയാണ്ടിരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ തന്നെ ഏതെങ്കിലും സിനിമയ്ക്കൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും രാകേഷ് അല്ലേ? അത്ര വളരെ ഒരു സിമ്പിളായിട്ട് ഇത്രയും പാവമായിട്ടൊരു ആളും കൂടിയാണ് രാകേഷ്. ആ മനസ്സുപോലെ തന്നെയാണ് അദ്ദേഹം ഫ്ലൂട്ട് വായിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പാവമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരു സംശയം. പക്ഷെ എൻ്റെ അടുത്ത് പെരുമാറിയതല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ അല്ലേ രാകേഷ്? മോള് നല്ലൊരു സിംഗറാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ പാട്ടിലൂടെ. ഞങ്ങളെ എല്ലാവരെയും മറ്റൊരു ലോകത്തിലൂടെ ഞങ്ങളെ 5 മിനിറ്റത്തേക്ക് യാത്ര ചെയ്യിപ്പിച്ചതിന് താങ്ക്സ്. Alina, again a very, very beautiful performance from your part. Chandran Udikkunna Dikkil, Vidyasagar, S. Ramesh Nair combination. ഇതിൽ പറഞ്ഞ മനോഹരമായ ഒരു കവിത, അതിൻ്റെ ഈണവും മോൾ അസലായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. മോളുടെ പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം ഒരു ഫ്ലോലെസ് സിംഗിങ് ആണ്. വളരെ ഈസി ആയിട്ട് മോള് പാടിപ്പോവും. നമുക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒരിക്കലും ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യാറില്ല. അത് വലിയൊരു പോസിറ്റിവിറ്റിയാണ് ഒരു സിംഗറെ സംബന്ധിച്ചിടത്തോളം. അത്ര ഈസി ആയിട്ട് മോള് സോങ് ഹാൻഡിൽ ചെയ്യും. മോളുടെ ശബ്ദം അതിന് വലിയൊരു സപ്പോർട്ടാണ്, വലിയൊരു അനുഗ്രഹമാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വോയിസ്. ഇന്ന് വളരെ നീറ്റായിട്ട് തന്നെ മോള് പ്രസന്റ് ചെയ്തു. ഫ്ലോസ് ഉള്ള 4 സ്ഥലങ്ങൾ, ആദ്യം വന്ന അമ്പാടി മുകിൽ എന്ന വാക്ക് നടുവിലൊന്ന് മുറിഞ്ഞുപോയി. അതുപോലെ നീ സ്വയം എന്ന് വരുന്ന സ്ഥലത്ത് നോട്ടൊന്ന് മാറിപ്പോയി. ലാസ്റ്റ് അത് കേട്ടു, തൊണ്ടയൊന്ന് ഡ്രൈ ആയി. ഈ 3 ചെറിയ തെറ്റുകൾ ഒഴിച്ചു നിർത്തിയാൽ നത്തിങ് മച്ച് ടു കമന്റ് അബൌട്ട്. ഇറ്റ് വാസ് എ വെരി ക്ലീൻ പെർഫോമൻസ്. ഇനിയും ഇതുപോലെ നന്നായിട്ട് വരുന്ന സ്റ്റേജസിലും പാടാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു അനൂപേട്ട. മോളു ഇപ്പൊ കമന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഓക്കെ, ബിജേട്ടാ ഓൺ 30 അലീനയ്ക്ക് എത്ര മാർക്കാണ്? 27.5. താങ്ക് യു ബിജേട്ടാ. റിമി ചേച്ചി 27.75. താങ്ക് യു റിമി ചേച്ചി. അനൂപേട്ട അലീന 27.5 again out of 30. താങ്ക് യു അനൂപേട്ട. അപ്പം നമുക്ക് ഓവറോൾ പെർഫോമൻസിന്റെ മാർക്ക് നോക്കാം. ബിജേട്ടാ ഓൺ 3. ഫീല് മോളെ ഞാൻ 2.25. മോളെ കുറച്ചും കൂടി ലൈവ്ലി ആയിട്ട് പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. താങ്ക് യു ബിജേട്ടാ. റിം ചേച്ചി 2.5. താങ്ക് യു റിമി ചേച്ചി.
മോളെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് നന്നായിരുന്നു. പക്ഷേ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ, ഹാപ്പിനെസ്, പ്ലസന്റ്നെസ് ഒന്നുകൂടി വരണം. സോ 3.25 out of 4. Thank you, Anubeta. 90.75 on 100. അലീന കുട്ടി, പ്രീവിയസ് പെർഫോമൻസിന് എത്രയായിരുന്നു? 9.75. ഓക്കെ, അപ്പൊ 90 എത്തിച്ചു. ഇനി അടുത്ത പെർഫോമൻസിനോ എത്ര മാർക്ക് വാങ്ങിക്കും? ഇതിൽ കൂടുതൽ മേടിക്കാൻ ശ്രമിക്കും. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ മോളെ. താങ്ക് യു. സോ that's all for today's episode. ഇന്ന് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ബട്ട് ബിഫോർ വൈൻഡിങ് അപ്പ്, ലെറ്റ് മീ റിമൈൻഡ് യു സംതിങ്. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ ട്രാവൽ നീഡ്സ് എപ്പോഴും ഏത് സമയത്തും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. ബൈ റിമൈൻഡിങ് യു ദാറ്റ് ഇറ്റ്സ് മീ മേഘ്ന സൈനിങ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. Till then, good night, take care and bye bye. മോളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. ഭംഗിയായിട്ട് മോൻ പാടി കേട്ടോ, അസലായിട്ട് പാടി. വരുവാനില്ല ആരും ഇന്നൊരു നാളും ഈ വഴിക്കറിയാം അതിന്നാലും മോളുടെ ബെസ്റ്റ് എഫേർട്ട് കൊടുത്ത് പാടി. താക്കോലെടുക്കാതരുണോ ജലത്തിൽ താനെ. ഹൈ, എന്താ പാടണേ? താക്കോൽ കൊടുക്കാതേന്ന് ചൊല്ലൂ. അതേലോ, താക്കോലെടുക്ക. ഇത് ഏത് കഥകളിയാണ് ഇത്? ഏത് Remy Tommy, Bijibal, Anup Shankar and Meghna's costume sponsored by Rajakumari Total Shopping, Attingal, Pothankot.